ഹലോ, ആ എന്തിനാ വിളിച്ചത്? എന്നൊരു വിളി? ഉം എന്നൊരു വിളി? ഒന്നുമില്ല. അല്ല, ഇന്നലെ നീ ടെറസിന്റെ മേലെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നാട്ടല്ലോ ഉച്ചക്ക്. എന്തേ? ഞാനാ? നീയല്ലാണ്ട് ഞാൻ ടെറസിനൊന്നും നോക്കിയില്ലല്ലോ. ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് നോക്കലേ ഇല്ലല്ലോ. നോക്കില്ലാന്നോ? ആ, ഇന്നലെ ഞാൻ കണ്ടിന്. നീ അധിക എന്തെന്ന് കണ്ട്? ദിവസം ഇങ്ങനെ തന്നെയാണല്ലേ? എന്തെന്ന് കണ്ടിരുന്നു? നീ ഇന്നലെ ടെറസിന്റെ മേലെയിരുന്നു. ഞാൻ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞാൻ നോക്കി നിൽക്കുന്ന എങ്ങനെയാ നിങ്ങൾ കണ്ടേ? ഞാൻ മുറ്റടിക്കുന്നില്ലേ? അത് മുറ്റടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മുറ്റടിച്ചപ്പോഴേ ഞാൻ നോക്കി നിൽക്കുന്ന എങ്ങനെയാ കണ്ടേ? അല്ല, ഞാൻ ഇന്നലെ മുറ്റടിക്കുമ്പോ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് എന്താ ഇവനെ പറ്റിയേ, ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നു. അത് നട്ടുച്ചക്കാരങ്ങ് മുറ്റടിക്കുവാ. പിന്നെ നട്ടുച്ചക്കൊന്ന് മുറ്റടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും നോക്കി പോകില്ലേ? ഞാൻ നോക്കുന്ന എങ്ങനെയാ നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ട്. ഞാന് ഇങ്ങനെ മുറ്റടിക്കുമ്പോ വെറുതെ ഒന്ന് നിന്ന്. അപ്പൊ വെറുതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നിന്ന് ഞാൻ വെറുതെ നിന്നിട്ട് മറിഞ്ഞെടുക്കുന്നു അതെ നോക്കി. അതെ അപ്പൊ നീ മറിഞ്ഞിടക്കണ്. എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അതെ ഞാൻ ചോദിച്ചത്, ഞാൻ നോക്കുന്നത് നിങ്ങൾ എങ്ങനെയാ കണ്ടേ? എന്തിനാ ഇങ്ങോട്ട് നോക്കിയെന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ നോക്കിയത് ഒന്നുമില്ല. ഒന്നുമില്ലല്ലേ. അപ്പോ എന്നെ കാണിക്കാൻ വേണ്ടിട്ടാണ് മുറ്റടിച്ചത്. അതെങ്ങനെയാണ്? ആന്തിനാ അമ്മാന്റെ എന്നോട് ഇരിക്കുന്നു. നിന്നെ പിന്നെ ഞാൻ കാണിക്കാൻ? എന്റെ വീട്ടിന്റെ ടെറസിന്റെ മേലെ നിന്നിട്ട് ഞാൻ എങ്ങോട്ടും നോക്കും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ നോക്കിക്കോ. പക്ഷേ എന്നിട്ട് അന്ന് പറഞ്ഞിടത്ത പോലെ അമ്മേന്റെ അടുത്ത് പറയാനാണോ? ആര് പറഞ്ഞു കൊടുത്ത്? എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു കൊടുത്തിന്. മറ്റേ അതെനിക്കറിയാം. നീ എന്തിനാ ഇന്നലെ നോക്കിയത്? ഞാൻ ഇന്നലെ അതാനൊക്കെ അറിയേണ്ടത്. നോക്കിയതാ? ഞാൻ എന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയതാ. നിങ്ങളോട് പറഞ്ഞതാ ഈ നട്ടുച്ചക്കാരങ്ങ് മുറ്റടിക്കുക. ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടല്ലേ നിങ്ങള് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയത്? അതെനിക്ക് മനസ്സിലായി. ഞാനേ ഇന്നലെ മുറ്റടിക്കാൻ ഇറങ്ങിയത് എന്തിനാന്നറിയാ? അറിയില്ല. ഇന്നലെ ഞാൻ ഇട്ട ഡ്രസ് എങ്ങനെ കൊള്ളാവോ? ശരി, അതെന്നോട് ചോദിക്കാണ്. അതന്നെ ഞാൻ ചോദിച്ചേ. മുറ്റടിക്കാൻ ഇറങ്ങുമ്പോ ഇങ്ങനെ കൊള്ളാവോന്ന് ചോദിച്ചാൽ ഇങ്ങനെ നോക്കുമ്പോ മൊത്തം കാണാം. ഞാൻ ചോദിച്ചു നീ നല്ലത് പറയുന്നു. നല്ലത് പറയാൻ വേണ്ടിട്ടാ? എനിക്കിട്ട് ഇടക്ക് ഭാര്യയും വെക്കുവാ, എന്നിട്ട് ഞാൻ നല്ലതും പറയണല്ലേ? നിന്നെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അത് ഇട്ടിട്ട് ഇറങ്ങി തന്നെ. അത് ശരി. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ. നീ എന്തിനാ ഇങ്ങോട്ട് നോക്കിന്? നീ എന്തിനാ അങ്ങോട്ട് നോക്കിന്ന് പറയേണ്ട ആവശ്യം? അത് ഇട്ട ഡ്രസ്സിൽ എന്നെ നല്ല കാണാൻ നല്ല കൊള്ളാവോന്ന് ചോദിച്ചു. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ സ്വഭാവമാണ് കൊള്ളാതെ. ഞാനിനി ഇതെന്തെങ്കിലും പറഞ്ഞാല് അതുപോലെ ഇവിടെ വന്നിട്ട് പറയൂലേ? ഞാൻ പറയുന്നില്ല, നീ സത്യം പറ. സത്യം പറയാനൊന്നുമില്ല. ഞാനിങ്ങനെ നോക്കുമ്പോ ഒരു വക എല്ലാ സാധനം കണ്ട്. അത് മേലെയുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. അതൊന്നുമല്ല. അതിന്റെ ഉള്ളിൽ ഒരെണ്ണം കണ്ടിട്ടില്ലല്ലോ. അതും കണ്ട? എന്തൊന്ന് കാണിക്കാനാ? എട്ടിന് ശരിക്കും പറഞ്ഞാല് ഡ്രസ്സ് കാണിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലെ വരയും കുറിയും കാണിക്കാനോ? അല്ല, ഞാനിങ്ങനെ മണങ്ങുമ്പോ നീ ഇങ്ങനെ നോക്കലുണ്ടല്ലേ? അതീക്കും ഞാൻ നോക്കലുണ്ട്. പിന്നെ എല്ലാം കൂടി വീണ്ടു. ഇത് നല്ല കളർ ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ അടിച്ചു വരാൻ വന്നിട്ട് ഇത് കുനിഞ്ഞ് അടിച്ചു വരുമ്പോ അതിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഒന്നും കിടന്ന നല്ലതാ. അല്ല, അല്ലാണ്ട് നീ എന്തിനാ എപ്പോ ഇങ്ങനെ ടെറസിൽ കയറി നിൽക്കുന്നു? ടെറസിൽ കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നല്ല കാറ്റ് കിട്ടും. പിന്നെ ടെറസിന് വരുന്ന ദൂരം നോക്കാം. പിന്നെ അത്യാവശ്യം
പഠിക്കാനുള്ളതൊക്കെ പഠിക്കുകയും ചെയ്യാലോ. ഉം. ഞാനവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനത്തെ ഓരോരോ അഭ്യാസം കൊണ്ട് മുറ്റത്തിറങ്ങും. എന്നിട്ട് ഞാനെന്തായാലും അതിന്റെ ഡബിൾ ആക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ കേട്ടാ. അതൊന്നുമല്ല, നീ ആടെ നിന്നിട്ട് ഇങ്ങനെ കൈയിനെ കൊണ്ട മറ്റേ ഇങ്ങനെ ആംഗ്യെല്ലാം കാണിക്കലുണ്ടല്ലോ എന്നോട്. ആരോട്? നിന്നോടാ? പിന്നെ അല്ല, നിന്റെ വിചാരം നീ ഞാനിതൊന്നും കാണുന്നില്ല എന്നല്ലേ? അത് ആംഗ്യം കാണിച്ചാൽ ചിലപ്പോ ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ചു. അതായിരിക്കും ആംഗ്യം കാണിച്ചത്, അല്ലാണ്ട് നിങ്ങളോട് ആംഗ്യം കാണിക്കൊന്നുമല്ല. എന്താ? അല്ല, അപ്പൊ നീ അന്ന് സന്ന ഇങ്ങനെ ഇതില് വിളിച്ചതോ? ഞാൻ എടുത്തപ്പോ കട്ടാക്കിയല്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങളിപ്പോ വിളിച്ച് ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ടില്ലേ സംസാരിക്കാൻ ഞാൻ കട്ടാക്കിയ? രാത്രി വിളിച്ചാല് കട്ടാക്കുമല്ലോ. രാത്രി വിളിച്ചാല് കട്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് രാത്രി വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ മുമ്പൊക്കെ ചോദിച്ചത്, ഞാൻ ആരും കാണാണ്ടൊരു അങ്ങോട്ട് വരട്ടെ. അതല്ലേ ഇവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തത്. അന്ന് അപ്പൊ എനക്ക് നിന്നോട് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. ഓഹോ, ഒട്ടും താല്പര്യം തോന്നിയോ? ഇപ്പൊ കണ്ടായപ്പോ കുറച്ച്. അതെന്താ കണ്ടായപ്പം കുറച്ച്? കണ്ടായപ്പം കുറച്ച് താല്പര്യം വരാൻ കാര്യം? കണ്ട് നിൽക്കുമ്പോ എന്തോ അത് ശരി. അതിനാ ഈ ഉള്ളിലെ വരയും കുറിയെല്ലാം കാണിക്കാൻ? അല്ല, നീ അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടിട്ടല്ലേ നീ എപ്പോ ഇങ്ങനെ ടെറസുമ്മേൽ വന്ന് നിൽക്കുന്നു? എന്റെ വീടിന്റെ ടെറസുമ്മേൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇഷ്ടം ഉണ്ടാവുമെന്ന് അതങ്ങനെ എനിക്കറിയാൻ പറ്റും. ഇങ്ങനെ ഇതാക്കിട്ട് നോക്കുമ്പോ മുമ്പൊരിക്കൽ എനിക്കൊരു ഇത് തോന്നിയിട്ടാണ് ഞാൻ പിന്നെ നേരെ ഒരു കാര്യം ചോദിച്ചത്. ഒന്നുമില്ല, സാധാരണ എല്ലാവരും ചോദിക്കുമ്പോൾ നല്ല നടക്കുമോന്ന് കാര്യമില്ല ചോദിച്ചിന്. നിങ്ങളെപ്പാട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഓൻ എന്നോട് ഇങ്ങനെ വല്ലതും നടക്കുമോന്ന് ചോദിച്ചിന്. പിന്നെ എനക്ക് ഞാൻ പറഞ്ഞില്ലേ, അന്നൊന്നും എനക്ക് അത്ര എന്നോട് തോന്നിയിട്ടില്ല. ഇപ്പൊ തോന്നിയാ? ഇപ്പൊ ചെറിയൊരു ഇഷ്ടമുണ്ട് കേട്ടോ. ചെറിയൊരു ഇഷ്ടമുണ്ട്, അവിടെ വെച്ചോണ്ടിരി. ഞാൻ പറഞ്ഞത് പറ. അന്ന് ചോദിച്ചപ്പോ ഒന്നും കൂടി ചോദിക്കട്ടെ, വീട്ടിൽ വന്ന് പറയാ? എനിക്കറിയില്ല. വല്ല നടക്കുവാ? നടക്കോ ചോദിച്ചാല് ചിലപ്പോ നടന്നേക്കും. ചിലപ്പോ നടന്നേക്കും, എനിക്ക് മനസ്സിലായി. അല്ല, ഈ ഞാൻ മാത്രമൊന്നല്ല കേട്ടോ മേലെ നിന്ന് കാണുക. വേറെ ആരെങ്കിലും മേലെ ടെറസുമ്മേൽ വന്നാൽ ഇത് കാണും കേട്ടെങ്കിന്ന്. എന്നാ അല്ല, അത് നീ പിന്നെ ഈ ചോദിച്ചില്ലേ നടക്കൂന്ന്, അന്ന് ആ ഡ്രസ് ഇട്ടാ പോരെ? നടക്കുന്ന അന്ന് ഇപ്പൊ ഡ്രസ് ഇടണം നിർബന്ധമൊന്നുമില്ല. എന്താ? ഞാനല്ലാണ്ട് എന്ത് ചോദിക്കോ? അല്ല, ആ ഡ്രസ് ഇഷ്ടപ്പെട്ട പിന്നെ അവരെ കടയിൽ പോയിട്ട് ഞാൻ ഇട്ടിട്ട് എങ്ങനെയാന്നാ ചോദിച്ചേ. അത് ഇട്ടാ മതി, ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോ അതിന്റെ ഉള്ളിലും കൂടി എന്തെങ്കിലും ഇടണം കേട്ടാ. ഞാൻ കാണിക്കാൻ വരുമ്പോ പ്രത്യേകിച്ചിട്ട് ഇടണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഇറങ്ങി പഠിക്കുമ്പോ ഞാൻ മാത്രം നല്ല കാണുക. ഞാനേ കാണുന്ന വെച്ചിട്ട് അപ്പുറം കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? മാത്രല്ല ഇതിന്റെ ചില്ലറയും ജന്മങ്ങാനാ ഉള്ളേ. അല്ല, ഇന്ന് നീയല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എനിക്കെന്തറിയാ? നീ ഇത് മറ്റേത് വേറെ സ്ഥലത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതറിയാണ്ട് പോണ്ട. വെറുതെ അല്ല ഉള്ളിലെല്ലാം എല്ലാവരും മുറുകെ കെട്ടിയിട്ട് നിൽക്കുന്നു. അല്ല പിന്നെ ഇങ്ങനെ ഉണ്ടാവുക. അഴിഞ്ഞാടി നടന്നാളെ, അതാ എനിക്ക് മനസ്സിലായി. എന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടിട്ടാണ് പരിപാടി ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ കളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കേട്ടാ. അപ്പൊ ഇളകിയാ? ഇളകാണ്ട് കമ്പനി ചെയ്യാ, ഇളകാണ്ട് ഇതിനിടെ ഇളകി. അപ്പൊ പിന്നെ ഇനി എപ്പോഴാ വരുന്നു? ശരി, പിന്നോട്ട് ചോദ്യായ
എനിക്ക് ഇപ്പൊ എല്ലാം റെഡിയാണ്. ഒന്ന് ഏഹ് എല്ലാ പകലങ്ങനെ അധികം ആരും ഉണ്ടാവൂല. ഞാൻ പകലൊരു രാത്രി ഒന്നും വേണ്ടല്ലോ. രാത്രി വേണ്ട. അല്ല പിന്നെ ഇങ്ങോട്ട് വന്നാലും മതി. വരുന്ന ഒരു 10 മണിക്ക് ശേഷം പിന്നെ 4-5 മണി വരെ ഇടിയാരും ഉണ്ടാവുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, അറിയാലോ എനിക്ക്. നീ സ്ഥിരം ആർത്തന്നെയല്ലേ, അല്ലെങ്കിൽ പിന്നെ നീ വന്നാ പോരെ. നാളെ വരുവാ. അങ്ങോട്ട് വരുന്നതിനെക്കാണ്ടി നല്ലല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഞാന് എന്നാ അതന്നെ നല്ലത്. എന്നാ അങ്ങോട്ട് വരാം. നിങ്ങളാണ്ട് പോയി ചേട്ടാ. ആര് പാടുന്നില്ല. നാളെ വാ മതി. ഉറപ്പല്ലേ? പിന്നെ റിസൾട്ട് മതി. എന്റെ വീട്ടില് വേറെ ആരും ഇല്ലല്ലോ അല്ലേ? എനിക്കറിയില്ല എന്റെ വീട്ടിലാരെ ഉള്ളത്. എനിക്ക് അവിടെ നോക്കിയാൽ കാണൂലേ. പക്ഷെ എന്നെ വിളിക്കണേ. ഞാൻ വിളിക്കൂല, നീ വിളിച്ചാ വരുന്ന മതി. കാത്തു. ഞാൻ വിളിക്കൂല, നീ വിളിച്ചാ മതി. ഇനിയിപ്പോ ഉള്ളിലൊന്നും പോകണമെന്നില്ല കേട്ടോ. അത് മാത്രം ഇടിച്ചു വന്നാ. ഞാൻ ചോദിച്ചേ. പിന്നെ അത് ഇവിടെ വെച്ച് പോകുമ്പോ ഇവിടെ വെച്ച് മറന്നു, പിന്നെ അതുകൊണ്ട് ഞാൻ പുലിവലാവും.